ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തന്നെ കാണാൻ അങ്ങോട്ട് വരികയായിരുന്നു. ഇന്നലത്തെ തന്റെ പ്രകടനം മാഡത്തിന് വളരെ ഇഷ്ടായിട്ടോ. ആണോ? തനിക്ക് എന്തൊരു ചുറൂറൊക്കെ എന്നാ മാഡം ചോദിക്കണേ. അതെയോ? വേഗം പോയി അങ്ങോട്ട് മാപ്പ് പറയാ. താൻ വന്നു കയറി എന്നെ പാട്ടുപാടി ബഹളം ഉണ്ടാക്കിയത് പോലെ അല്ലേ ഇത് സംഗതി സീരിയസാ. 17-ാം തീയതിക്കല്ലേ റെക്കോർഡിംഗ് തിയേറ്റർ പറഞ്ഞിട്ടുള്ളത്. മറക്കണ്ട, അതൊന്ന് ഫോളോ അപ്പ് ചെയ്യണം. ശരി അമ്മേ. കപ്പാസിറ്റി വളരെ കുറവാണല്ലേ? കണ്ടില്ലേ മുഖം ഒരിത്തിരി അകത്ത് ചെന്നതിന്. ഇവൾക്ക് കുറച്ച് കുറുമ്പ് കൂടുതലാണല്ലേ? ചെവിക്ക് പിടിച്ച് നല്ലൊരു പിച്ചു കൊടുക്ക. മനസ്സിൽ വെറുതെ ഓടണ്ട. അവിടെ നിൽക്കാൻ. ആരാ ഉമ്മ തന്നത്? ഹലോ. ഹലോ. നീ ഫോൺ മാറ്റി ഇവിടെ നിൽക്കായിരുന്നോ? ഞാനിത് എവിടേക്ക് അന്വേഷിച്ചു. അത് ഓപ്പയ്ക്ക് തരിക. കുറച്ച് പാർട്ടീസിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. പെൺകുട്ടികൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. ഇത്രയും ഓപ്പയ്ക്ക് പറയാനുള്ളൂ. ഒപ്പയ്ക്കുള്ളൂ. എവിടുന്ന? അതെ, ഫോൺ ചെയ്യാനാണെങ്കിൽ അങ്ങ് ചെയ്താ പോരെ. വെറുതെ ഇതിനെ കട്ട് ചെയ്യുന്നത് എനിക്കിപ്പോ തന്നെ കിട്ടിയാ. ഓടയിൽ വീണോ? കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചു. വല്ലാത്ത ഉഷ്ണം. കുറവുണ്ടോ? ആട്ടെ, എവിടെ പോയി ബാക്കിയെല്ലാരും? ഒരു സാബ്ജന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് അമ്മയുടെ കച്ചേരി ഉണ്ട്. താൻ പോയില്ലേ? പോയെങ്കിൽ പിന്നെ ഇവിടെ കാണുവോ? ഞാനൊരു നുണ പറഞ്ഞു, പനിയാന്ന്. നുണ പറഞ്ഞതാ, പനിയൊന്നുമില്ല. എനിക്കിഷ്ടമല്ല അവരുടെ പാർട്ടികള്. അതെന്താ? ഇവിടുത്തെ പാർട്ടി പോലെ തന്നെയല്ലേ അതും. ഇന്നാളെ സുഭദ്രാമ്മയുടെ ബർത്ത്ഡേ പാർട്ടി നടന്ന പോലെ. ഏയ്, ഇത് ഭയങ്കര ജാടയാന്നേ. ഫോർമാലിറ്റീസ്, റിച്വൽസ്. ഇരിക്കുന്നതിനും നടക്കുന്നതിനും സംസാരിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും പച്ചവെള്ളം കുടിക്കുന്നതിന് പോലും ഫോർമാലിറ്റീസ്. ഹലോ, താങ്ക് യു, എക്സ്ക്യൂസ് മീ. പരമ ബോറ. അതെ, ഈ ജാടകളും ഫോർമാലിറ്റീസും ഒന്നും ഇല്ലാത്ത പാർട്ടികളുണ്ട്. ബോംബെയിലെ പാർട്ടികൾ ഇതിലും ബോറ, ഞാൻ കേട്ടിട്ടുണ്ട്. ബോംബെയിലല്ല, ബോംബെയിലെ സത്യചന്ദ്രൻ, പ്രശസ്ത ഗസൽ ഗായികയായ ഭാനുമതി സിൻഹയുടെ ഏക മകൻ. എങ്ങനെയാ ഇവിടെയുള്ള ഇവരെയൊക്കെ ഇത്ര അടുത്തറിയുക അല്ലേ? എന്നുവെച്ചാൽ സത്യേന്ദ്രൻ എന്നൊരാളില്ല. ഞാൻ ചാർലിയാണ് മനസ്സിൽ. ഇവിടുത്തെ തെരുവുകളിൽ ആടിയും പാടിയും സർക്കസ് കളിച്ച് നടക്കുന്ന ഒരു അനാഥൻ. ഒരുപാട് ഉത്തരവാദിത്തങ്ങളും പ്രാരാബ്ദങ്ങളുമുള്ള വെറും ഒരു സ്ട്രീറ്റ് ബോയ്. അതെ, മാനസിയുടെ അച്ഛൻ എന്നെ കൊണ്ട് അയച്ചത് പാട്ട് പഠിക്കാനെന്നും പറഞ്ഞു. 1000 വട്ടം ഞാൻ കരുതിയതാ ഈ സത്യം നിങ്ങളോടൊക്കെ തുറന്നു പറയണമെന്ന്. പക്ഷേ ഓരോ തവണയും 5 മുഖങ്ങൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരിക. ഒരു കണ്ണുകൊട്ടി പെണ്ണിൻ്റെയും 4 അനാഥ കുട്ടികളുടെ. അവർക്ക് വേണ്ടിയാ.
അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ. ഇനി ശിക്ഷ എന്താന്ന് വെച്ചാൽ വിധിക്കാം. തയ്യാറ് അനുഭവിക്കാൻ. നിർത്ത്. മാനസി, ഇവിടെ വാ. മാനസി, എന്താ നിനക്ക് പറ്റിയത്? എന്താ ഒന്നും മിണ്ടാത്തത്? നാം ഇറങ്ങിപ്പോയ നിന്റെ താളവും ചൂടും ഒരിക്കലും തെറ്റാറില്ലാത്ത നിനക്ക് ഇപ്പൊ എന്ത് സംഭവിച്ചെന്നാ ഞാൻ ചോദിക്കുന്നത്. ഒന്നുമില്ല, ഒന്നുമില്ലമ്മേ. ഉവ്വ, എന്തോ ഉണ്ടായിട്ടുണ്ട്. നോക്ക്, നുണ പറയാനാണ് തീരുമാനിച്ചതെങ്കിൽ അതെങ്കിലും പറ. എനിക്കൊന്നുമില്ല. ഞാനൊരു മണ്ടിയാണെന്ന് വിചാരിച്ചോ നീ? ഇന്ന് നീ ചെയ്ത മൂവ്മെന്റ്സ് മുഴുവൻ താളം പിഴച്ചതാ. നിന്റെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. മാനസി, നിന്റെ ഓരോ ചലനത്തിന്റെയും അർത്ഥം ഈ അമ്മയ്ക്ക് മനസ്സിലാവും. സംഗീതവും നൃത്തവും തപസ്സാണെന്ന് മറന്നുപോയോ നീ? അതോ ഇതിന് ഇത്രയൊക്കെ മതിയെന്ന് അഹങ്കാരം വന്നുപോയോ നിനക്ക്? ചുവടും നിലയും തെറ്റാൻ മാത്രം എന്ത് അത്യാവത്താ എന്റെ മോക്ക് സംഭവിച്ചത്? നിങ്ങൾ കരുതിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ ഈ പാടുപെടുന്നത്, അറിയോ നിനക്ക്? അമ്മയുടെ സംഗീതത്തിന് ഇത്രയൊക്കെ മതിയെന്ന് നിശ്ചയിക്കാൻ മാത്രം നീ വളർന്നുവെങ്കിൽ ഒക്കെ നിർത്താൻ ഞാൻ. മതിയോ? അതുകൊണ്ട് തൃപ്തിയാവോ എന്റെ മോക്ക്?